ജീവന്റെ സസ്യഭാവങ്ങൾ. ശരീരം എന്ന രൂപപൂർണതയ്ക്കുള്ളിൽ ഭൂമിയിൽ ലയിച്ച് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പാകമായ അവസ്ഥയ്ക്ക് തുല്യമായി കുടലിൽ വന്നടിയുന്ന ഭക്ഷണവസ്തുക്കളിൽ നിന്ന് ധാതുലവണങ്ങളുടെയും ജലത്തിൻ്റെയും മറ്റും സൂക്ഷ്മഗുണങ്ങളെ വലിച്ചെടുത്ത് ഹൃദയവും മറ്റ് ആന്തര അവയവങ്ങളും പ്രവർത്തിച്ച് പാകമാക്കി ഊർജമാക്കി ജീവരൂപമാകുന്ന ശരീരം നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നു. ആന്തരാവയവങ്ങളുടെ സഹായത്തോടെ പ്രകൃതിയിലെ ഊർജവൈവിധ്യങ്ങളുടെ സൂക്ഷ്മഗുണങ്ങളെ ഉൾക്കൊള്ളുന്ന ജീവപ്രവർത്തനത്തെ ജന്തുവിൻ്റെ ശരീരത്തിനുള്ളിൽ നിലകൊള്ളുന്ന സസ്യരൂപത്തിൻ്റെ വികസിത പ്രവർത്തനമായല്ലാതെ മറ്റൊന്നായി കാണാൻ സാധ്യമാവുന്നില്ല. രൂപത്തിലും അവസ്ഥയിലും പ്രകടമായ വ്യത്യാസങ്ങൾ സസ്യത്തിൻ്റെ വേരുകളും തണ്ടുകളും ജന്തുവിൻ്റെ രക്തക്കുഴലുകളും തമ്മിൽ ഉണ്ടെന്ന് തോന്നാമെങ്കിലും ജീവശേഷികളുടെ അന്തരവും ആവശ്യങ്ങളും അനുഭവങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുന്ന അവസ്ഥാ വ്യതിയാനങ്ങളും നിമിത്തം പരിണതികൾ സംഭവിക്കാതിരിക്കാൻ സാധ്യമാവുന്നില്ല. അവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ സംഭവിക്കുന്ന പരിണതികൾ കാരണമായി ജന്തുവായി നിലകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവരൂപങ്ങളുടെ പ്രാകൃത അവസ്ഥയായ ഹൃദയവും രക്തക്കുഴലുകളും ചേരുന്ന സസ്യരൂപത്തിന് പൊതുവായ ഘടന സംഭവിച്ച് വന്നുവെന്നും ബോധ്യപ്പെടാനാവുന്നു. ജീവന്റെ സസ്യതരമായ അവസ്ഥയ്ക്ക് ഹൃദയവും രക്തക്കുഴലുകളും ചേരുന്ന ജന്തു എന്ന അടിസ്ഥാന രൂപത്തിലേക്ക് പരിണതി സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സംശയിക്കാൻ തന്നെ യാതൊന്നും ഉണ്ടാവുന്നില്ല. ഭൗമചന്ദ്രന്മാർ സംഗമിച്ച വെറും പൊടിയിലെ അണുഘടനകളിൽ സ്പന്ദനമായി വളർന്ന് സസ്യം വരെ എത്തുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാവാം എന്നിരിക്കെ സസ്യരൂപത്തിന് സംഭവിക്കുന്ന പരിണതിയായി ഹൃദയവും രക്തക്കുഴലുകളും എന്ന വികസിതമായ പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിൽ അത്ഭുതകരമായും അനിഷേധ്യമായും യാതൊന്നും ഇല്ലാതിരിക്കുന്നു. ജന്തുശരീരത്തിലെ അശുദ്ധ രക്തക്കുഴലുകൾ സസ്യജാലങ്ങളുടെ ഭൂമിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന വേരുകളെയും ഹൃദയവും ശുദ്ധരക്തക്കുഴലുകളും യഥാക്രമം തായ്തടിയെയും ശിഖരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വികസിത രൂപമായി നിലകൊള്ളുന്നു. വായുചലനത്തിൻ്റെ അതിസങ്കീർണ ഭാവമാകുന്ന ശബ്ദത്തിൻ്റെയും സർവ ഊർജവും നിക്ഷിപ്തമായിരിക്കുന്ന സൗരോർജം എന്ന പ്രകാശത്തിൻ്റെയും ആകർഷണ ശക്തിയുടെയും വികസിത ഭാവമാകുന്ന സംഗമ പ്രവർത്തനങ്ങളുടെയും അതീവ സങ്കീർണ ഭാവമാകുന്ന ബുദ്ധി ചിന്തകളും അതിൽ അധിഷ്ഠിതമായ ചലനപ്രവർത്തനങ്ങളും സ്വയമായി തന്നെയുള്ള നിക്ഷിപ്താവസ്ഥ ആയിത്തീരുന്നതുകൊണ്ട് അവയുടെയെല്ലാം പ്രാതിനിധ്യം എന്ന നിലയിൽ വളർന്ന അവയവ വൈവിധ്യങ്ങളോടു കൂടിയ സസ്യരൂപ പ്രത്യേകതയായി ജന്തുവിൻ്റെ മുഴുവൻ ശരീരത്തെയും കാണാനാവുന്നു. സസ്യങ്ങൾക്ക് മേൽപ്പറഞ്ഞ ഗുണവിശേഷങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും നിക്ഷിപ്താവസ്ഥയായ ജീവനായി തീരുന്നതിന് സാധ്യമാവാതിരിക്കുന്നതുകൊണ്ട് സസ്യ ജന്തുജീവനുകളിൽ പ്രകടമായ രൂപവ്യത്യാസം അനുഭവമായി വരുന്നു. ആകർഷണഗതി എന്ന സംഗമ പ്രവർത്തനശേഷി, വായുവിൻ്റെ സൂക്ഷ്മ പരിണതിയാകുന്ന ശബ്ദവിനിമയശേഷി, പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ നിക്ഷിപ്താവസ്ഥയാകുന്ന കാഴ്ചശക്തി, ഇവയെല്ലാം അടങ്ങിയ മനനം തുടങ്ങിയ ഗുണങ്ങളില്ലാതെ ജീവൻ നിലകൊള്ളുന്ന രൂപമായി സസ്യത്തെ കണ്ടറിയാനാവുന്നു. ഇവിധം ഊർജതരമായ സകല സൂക്ഷ്മ ശേഷികളും അല്പമായെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ജന്തുശരീരത്തെ ശ്രദ്ധിക്കുമ്പോൾ കണ്ടെത്താനാവുന്നത് ഭൂമണ്ഡലത്തിനു തുല്യമായ ഒരു പ്രവർത്തന രീതിയെയാണ്. ഭൂമണ്ഡലത്തിൻ്റെ ഉപരിതലത്തിൽ ലയിച്ചു ചേരുന്ന ജൈവയോജ്യ ഗുണങ്ങളെ സസ്യശരീരം വലിച്ചെടുക്കുന്ന അതേ പ്രവർത്തനം തന്നെയാണ് കുടലുകളിൽ ലയിച്ച ഭക്ഷണത്തിൽ നിന്ന് ജീവയോജ്യാംശങ്ങളെ രക്തക്കുഴലുകൾ വലിച്ചെടുക്കുന്ന പ്രക്രിയയിലൂടെ കാണാനാവുന്നത്. എന്നാൽ ജീവയോജ്യാംശങ്ങളെ രക്തക്കുഴലുകൾ വലിച്ചെടുക്കുന്ന പ്രക്രിയയെ നിരീക്ഷിക്കുമ്പോൾ
കുടൽ ശരീരത്തിനുള്ളിലാണെന്ന് വിചാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുമാവുന്നു. ശരീരത്തിൻ്റെ പുറംതൊലിയെ അന്തരീക്ഷ സമ്പർക്ക അനുഭവത്തിൻ്റെതായ ഒരു പരിണതിയായി കാണാനാവുന്നുവെങ്കിൽ, താരതമ്യം കൊണ്ട് കുടലുകൾ ഇത്തരമൊരു അനുഭവമില്ലാത്തതും ഊർജ സമ്പാദനം എന്ന ജീവലക്ഷ്യത്തിനനുസരിച്ച് ഉള്ളിലേക്ക് എന്ന് പറയാവുന്ന വിധത്തിൽ രൂപപ്പെട്ടു വന്ന ബാഹ്യപ്രകൃതി തന്നെ ആയിരിക്കുന്നതായും കാണാനാവുന്നു. ബാഹ്യരൂപമായ തൊലിയുടെ അവസ്ഥയിൽ നിന്ന് ഭിന്നമായി തോന്നുന്ന വിധത്തിൽ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊണ്ടു എന്നതുകൊണ്ട് കുടൽ കരളും ഹൃദയവും ഒക്കെ പോലെ ആന്തരാവയവമായി തോന്നുന്നതിന് ഇടവരികയും ചെയ്തു. കാരണങ്ങൾ കണ്ടറിയുമ്പോൾ കുടലിനെ ആന്തരാവയവമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്കാണ് എത്തിപ്പെടാനാവുക. രൂപതരമായ വിശേഷത്തിലൂടെ സകലതിനെയും ജീവൻ സൂക്ഷ്മതരമായി ആവാഹിച്ചു എന്ന ബോധ്യപ്പെടുത്തലായി രൂപം പൂണ്ട് നിലകൊള്ളുന്ന കുടൽ എന്ന കുഴൽ രണ്ടറ്റവും തുറന്നതും ബാഹ്യാവസ്ഥയുമായി ആവശ്യാനുസൃതം ബന്ധപ്പെട്ട് നിൽക്കുന്നതുമാകുന്നു. ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ മുതലായ ആന്തരാവയവങ്ങളുടെ ഒന്നും തന്നെ പ്രവർത്തനങ്ങൾ കുടലിൻ്റേതിന് സമാനം ആവുന്നില്ലെന്നാണ് കാണാനാവുക. ഇതര ആന്തരാവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലനിൽപ്പാണ് കുടൽ എന്ന് വ്യക്തമാവുമ്പോൾ, ആവശ്യങ്ങൾക്കൊത്തു സംഭവിച്ച ജീവരൂപത്തിന്റെ ബാഹ്യാവസ്ഥയുടെ പരിണതിയായി മാത്രമേ വായു മുതൽ മലാശയം വരെ എത്തുന്ന പ്രവർത്തനങ്ങളെ പരിഗണിക്കാനാവുകയുള്ളൂ. ഭൗമോർജത്തെ നിക്ഷിപ്തമാക്കുന്ന പ്രവർത്തനഗതി ജന്തുശരീരത്തിലും സസ്യശരീരത്തിലും ഒരേ തരത്തിലുള്ള അനിവാര്യതയായിട്ടിരിക്കുന്നുവെന്ന് കാണാനാണ് കഴിയുക. ജീവന്റെ സസ്യതരവും ജന്തുതരവുമായ അവസ്ഥകൾക്ക് ഊർജത്തെ ഉപയോഗിക്കുകയെന്നത് ഒരേപോലുള്ള അനിവാര്യത ആയതുകൊണ്ട് തന്നെ സസ്യത്തിന്റെയും ജന്തുവിന്റെയും ജീവപ്രവർത്തനഗതി അടിസ്ഥാനപരമായി ഒന്നു തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. ഊർജത്തിന്റെ അധിക വിനിമയം അഥവാ വിനിമയ വൈവിധ്യം സാധ്യമാവുക നിമിത്തം ജന്തു എന്ന അവസ്ഥയിലേക്ക് പരിണമിച്ച ജീവരൂപത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു നിൽക്കുന്ന സസ്യമാകുന്നു ഹൃദയവും രക്തക്കുഴലുകളും എന്നത്. ഇവിധം ജന്തുവിനോളം ശേഷി ആർജിക്കാനാവാതെ നിലകൊള്ളുന്ന അവസ്ഥാവിശേഷമായി ജീവന്റെ സസ്യരൂപത്തെ കാണാനാവുന്നു. വായു, ജലം, മണ്ണ്, പ്രകാശം, ആകാശ സൂക്ഷ്മത തുടങ്ങിയ അനുഭവ വിശേഷങ്ങൾ ജീവരൂപങ്ങൾക്ക് സ്ഥിരമായി ലഭ്യമാകുന്ന ഊർജ വൈവിധ്യങ്ങളാണ്. എന്നാൽ പഞ്ചഭൂതങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നതും പ്രത്യേകതയുള്ള അവസ്ഥകൾക്കും കാലങ്ങൾക്കും ഒത്തുമാത്രം സംജാതമാവുന്നതുമായ ഇടിമിന്നൽ, സ്ഫോടനങ്ങൾ, ജലചലനങ്ങളുടെ ശോഭാവസ്ഥ, വായുവിന്റെ കൊടുങ്കാറ്റു പോലുള്ള അതിസമ്മർദ്ദ വ്യതിയാനങ്ങൾ തുടങ്ങിയ പ്രകൃതിയുടെ അസാധാരണ ഭാവങ്ങൾ താങ്ങാവുന്ന വിധത്തിൽ പരമാവധി പൂർണ്ണതയോടെ നിക്ഷിപ്തമാവുന്നതിന് സാധ്യമാവുന്ന ജീവരൂപങ്ങൾ ഒരു സാധാരണ സസ്യജീവന് ലഭ്യമാവുന്നതിനേക്കാൾ വ്യത്യസ്തവും അധികവുമായ ഊർജാനുഭവങ്ങൾ ഉള്ളവയായിത്തീരുന്നു. ഊർജ വൈവിധ്യങ്ങളുടേതായ ഇത്തരം അധികാനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ ഇടവരുന്ന സസ്യങ്ങളോടൊത്ത ആദിരൂപങ്ങൾക്ക് വ്യത്യസ്തമായ അധിക പ്രവർത്തനശേഷി അതിന്റെ സ്വാഭാവികതയോടെ തന്നെ ഉണ്ടായി വരികയും ചെയ്തു. പ്രകൃതിയുടെ അസാധാരണ ഊർജ വൈവിധ്യങ്ങളെ അനുഭവിച്ച് സ്വായത്തമാക്കുന്നതിന് സാധ്യമായി വരുന്ന ആദി ജീവരൂപങ്ങൾ അധിക ചലനാത്മകമായ ജന്തു എന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ഊർജവും കൂടുതൽ പ്രവർത്തനക്ഷമതയുമായി വികാസം പ്രാപിച്ചു വരികയും ചെയ്തു. വായു, ജലം, മണ്ണ്, പ്രകാശം, ആകാശ സൂക്ഷ്മത എന്ന വിശാലത തുടങ്ങിയ ഊർജ വൈവിധ്യങ്ങൾ സാധാരണയിൽ നിന്ന് അധികമായി അനുഭവപ്പെടുന്ന ജീവനുകൾക്ക് കൂടുതൽ പ്രവർത്തനശേഷിയും
വികാസതരമായ വൈഭവവും ലഭ്യമാവുന്നുവെന്നും അധിക പ്രവർത്തനത്തിന് സാധ്യമാവുന്നുവെന്നും മനസ്സിലാക്കാം. ജീവപരിണാമത്തിന്റെ അവസാനത്തോട് അടുത്തു നിൽക്കുന്ന മനുഷ്യരുടെ തന്നെ അനുഭവങ്ങളിലൂടെ ഇത് വ്യക്തമാകുന്നതുമാണ്. അസംഖ്യം മനുഷ്യർക്കിടയിൽ തന്നെ വായുവാകുന്ന പ്രവർത്തനത്തിന്റെ സൂക്ഷ്മ വൈഭവമായ ശബ്ദത്തിന്റെയും സ്വരങ്ങളുടെയും അർത്ഥപൂർണമായ വൈവിധ്യങ്ങൾ അനുഭവിക്കുന്നതിനു സാധ്യമാകുന്നവർ അത്രത്തോളം ലഭിക്കാത്തവരെക്കാൾ അറിവും ബുദ്ധിശക്തിയും കൂടുതൽ പ്രവർത്തനശേഷിയും ഉള്ളവരായി തീരുന്നു എന്നത് സാധാരണ അനുഭവമാണ്. പ്രകാശത്തിന്റെ കൂടുതൽ സൂക്ഷ്മമായ ഊർജാവസ്ഥയായ ചിത്രങ്ങളും മറ്റ് ദൃശ്യങ്ങളുമൊക്കെയായി നിരവധിയായ അനുഭവ മണ്ഡലങ്ങളെ ആസ്വദിച്ച് സ്വായത്തമാക്കുന്ന മനുഷ്യർ എല്ലാം തന്നെ ഇവയൊന്നും ലഭിക്കുന്നതിന് സാധ്യമാകാത്തവരെക്കാൾ മുന്തിയ അറിവും പ്രവർത്തനശേഷിയുമായി തീരുന്നത് കാണാനാവുന്നു. മണ്ണിന്റെയും ജലത്തിന്റെയും ആകാശവിതാനങ്ങളുടെയും സൂക്ഷ്മ ഊർജാനുഭവങ്ങളെ സ്വായത്തമാക്കുന്നവർക്കും സാധാരണ മനുഷ്യനേക്കാൾ ഉയർന്ന ശേഷിയുണ്ടാവുന്നത് അനുഭവമാണ്. ഇവിധം വ്യക്തമായ ഉദാഹരണങ്ങളും അനുഭവങ്ങളും ജീവികൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ സൂക്ഷ്മവിശേഷങ്ങൾ ചെലുത്തിയ സ്വാധീനത്തിലൂടെ ആദിജീവരൂപങ്ങൾ സസ്യവർഗത്തിൽപ്പെടുത്തി പരിഗണിക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഏറെ വികാസവും ശേഷിയും പ്രാപിച്ച് ജന്തു എന്ന അവസ്ഥയിലേക്ക് സാവധാനം പരിണമിച്ചുവെന്ന് കാണാനാവുന്നു. എന്നാൽ പ്രകൃതിയിലെ ഊർജ നിക്ഷിപ്താവസ്ഥകളായ വിശേഷാൽ പ്രതിഭാസങ്ങളെ അനുഭവിക്കാനുള്ള ജീവന്റെ ശേഷിയാകട്ടെ ആരംഭം കൊണ്ട് തന്നെയുള്ള അതിന്റെ നിക്ഷിപ്ത ഗുണങ്ങളുടെ യോഗ്യതയ്ക്ക് ആനുപാതികമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ജീവവൈവിധ്യം എന്ന ഈ നില ആത്യന്തികമായി പ്രകൃതിയുടെ തന്നെ ഭാവവ്യതിയാനങ്ങളുമാകുന്നു.